നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ പൂരം നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. മീനശനി മിഥുന വ്യാഴം 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5:47 വിനാഴികയ്ക്ക് ചതയം നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ കുംഭക്കൂറിൽ എടവലഗ്നത്തിൽ ഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് വിഷുഫലത്തിൽ കാണുന്നത്. കാരണം വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകാനുള്ള യോഗമുണ്ട്. ചെലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പം ആയം കൂടുതലും വ്യയം കുറവുമായിട്ടുള്ള ഒരു വർഷമായതുകൊണ്ട് 10 രൂപ മിച്ചം വയ്ക്കാനൊക്കെ സാധിക്കുന്നൊരു രീതിയായിട്ടാണ് സമയമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ശൂല ഷൾക്കങ്ങളിൽ മധ്യഷൾക്കമാണ്. അപ്പം മധ്യഷൾക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രങ്ങൾ ലഭിക്കുക, വസ്ത്രലാഭം, അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധി, സാമ്പത്തികമായ നേട്ടവും മാനസികമായിട്ടുള്ള സന്തോഷവും കുടുംബപരമായിട്ട് എല്ലാവരുമായിട്ടും നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള യോഗം ഉള്ള ഒരു വർഷമാണ്. അതുപോലെ തന്നെ സ്ഥാന ബഹുമാനാദികൾക്ക് യോഗമുള്ള സമയമാണ്. എന്ന് വെച്ചെന്നാൽ മറ്റുള്ളവരുടെ ബഹുമാനം ചെയ്യുന്ന തൊഴിലിൽ ആർജിക്കാൻ സാധിക്കുക, സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളുണ്ടാകുക, മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുക, നമ്മളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക, ഇങ്ങനെയുള്ള പല രീതിയിലും നമുക്ക് സ്ഥാന ബഹുമാനാദികളൊക്കെ നേടാനായിട്ട് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. സർവാഭീഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭാഗ്യാധിപതി ഇഷ്ടസ്ഥാനത്താണ്. അനുകൂലമായിരിക്കുന്ന നല്ല ഭാഗ്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതൊക്കെ കൊണ്ട് തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും മാതൃ മക്കളുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണമനുഭവിക്കാനും സാധിക്കും. കുടുംബ സംബന്ധമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള യോഗമുണ്ട്. എന്നാലും ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികൾക്ക് യോഗമുള്ളത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ രോഗങ്ങൾ വരുന്നത് മനസ്സമാധാനക്കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് തുടർന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ വർഷത്തിൽ സാധിക്കുന്നതാണ്. എന്ത് കാര്യത്തിനും ആദ്യം ഒരു തടസ്സമുണ്ടാകും, അതിന് ശേഷമാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പം മേൽപ്പറയപ്പെട്ട ദോഷങ്ങളും തടസ്സങ്ങളും വരാതെ ഇരിക്കാനായിട്ട് നാഗപൂജ മുതലായിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യാം. അതേപോലെ തന്നെ ജൂൺ മാസത്തിന് ശേഷം അങ്ങോട്ട് തുടർച്ചയായിട്ട് വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.